നിങ്ങളിൽ പല ആൾക്കാരും വിദേശത്ത് പോകാനായിട്ട് ഏതെങ്കിലും ഏജൻസിൻ്റെ വഴി പണം നൽകിയിട്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പണം കൊടുക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്തിട്ടായാലും എങ്ങനെയെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ എത്തിപ്പെടുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു വിദേശത്തോട്ട് ഇന്ത്യയിൽ നിന്നും, അതായത് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നിന്നും കടന്നിട്ടുള്ള ഒരു ഒരു സാധാരണ ഒരു വീട്ടമ്മയ്ക്ക് പറ്റിയ ഒരു അബദ്ധവും അവരവിടെ പോയി സ്ട്രഗിൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഓഡിയോ ആണ്. അപ്പോൾ ഈ ഓഡിയോ ഞാൻ കേട്ടപ്പോൾ നിങ്ങളോട് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിസ ഓൺ അറൈവൽ വിസ ഇല്ല, പാസ്പോർട്ട് മാത്രം മതി. സെർബിയയിൽ വന്നിറങ്ങി അവിടുന്ന് കാറിൽ റോമിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പൈസ കൂടുതലാവും, 8.5 ലക്ഷം രൂപയാവും എന്ന് പറഞ്ഞു. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും ലോൺ എടുക്കണം. അപ്പോൾ ഈ പെണ്ണെൻ്റെ അടുത്ത് പറഞ്ഞു അത് ഒരു വർഷം കൊണ്ട് തീർക്കാം, അത്രയും പൈസ ഇവിടെ കിട്ടും. പിന്നെ പാർട്ട് ടൈമായിട്ട് നിനക്ക് അമ്മയോ അപ്പനെയോ അങ്ങനെയൊക്കെ നോക്കാനായിട്ട് കിട്ടും, ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ കിട്ടും, അല്ലാത്ത സമയം പാർലറിലെ ജോലി കഴിഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ഞാനും ഒത്തിരി കാൽക്കുലേഷൻ ചെയ്തു, പാർലറിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് എക്സ്ട്രാ ടൈം വർക്ക് ചെയ്യാം, പൈസ ഉണ്ടാക്കാനാണല്ലോ ഇങ്ങോട്ട് വരണേ. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ കണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ ആ ചേച്ചിയും പറഞ്ഞു കുഴപ്പമില്ല. ആ ചേച്ചി 55 വയസ്സുണ്ട്. ആ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞാനും വരാം എന്നും പറഞ്ഞ്. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ അവർ പറഞ്ഞു, പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞു പിന്നെ ചെന്നൈ എയർപോർട്ടിൽ നിന്നാണ് വരേണ്ടത്, അപ്പോൾ ചെന്നൈയിൽ വരണം. അപ്പോൾ ഡേറ്റും കാര്യങ്ങളും എല്ലാം റെഡിയായി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ പറഞ്ഞു വലിയ വെട്ടിയൊന്നും വേണ്ട, ചെറിയ വെട്ടി മതി, ഒത്തിരി സാധനങ്ങളൊന്നും കൊണ്ടുവരേണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. എന്നാലും എൻ്റെ ഒരുവിധം നല്ല വെട്ടിയുമായിരുന്നു. എന്നിട്ട് അത് ഞങ്ങൾ ചെന്നൈയിൽ വന്നു. ചെന്നൈയിൽ അങ്കമാലിയിൽ നിന്ന് കയറി ചെന്നൈയിൽ വന്ന് ചെന്നൈയിൽ ഒരു 4 ദിവസം, അത് അവരുടെ തന്നെ ചിലവിലായിരുന്നു കേട്ടോ. 4 ദിവസത്തോളം അവിടെ താമസിച്ച് ഞങ്ങൾ ഫാമിലിയായിട്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, എൻ്റെ മോനുണ്ടായിരുന്നു, മരുമകനും ഉണ്ടായിരുന്നു, ആ ചേച്ചിയുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേര് ഒരു വീട് പോലത്തെ ഒരു സംഭവം, ഒരു വില്ല പോലെ, അപ്പോൾ അവിടെയായിരുന്നു താമസം. ഫുഡ് പുറത്തു പോയി കഴിച്ചു. അങ്ങനെ നാലാമത്തെ ദിവസം വൈകിട്ട് കോളിങ് മാത്രമേ ഉള്ളൂ, ആരും കാണുന്നൊന്നുമില്ല. കോള് വിളിച്ചിട്ടാണോ ഇന്ന പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവർ പറയും, ഇന്ന സ്ഥലത്ത് വരണം. അങ്ങനെ വന്ന് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ വേറെ 2 പേര് വന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ തന്നു. വേഗം അതൊക്കെ ഒന്ന് ഓടിച്ച് വായിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ബ്യൂട്ടീഷ്യൻ തന്നെയായിട്ട്, അപ്പോൾ അവിടെ സെർബിയയിലൊരു ബ്രൈഡൽ ബ്രൈഡൽ ഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ അതിന് പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ബ്രൈഡൽ ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അസിസ്റ്റൻ്റായിട്ട് അങ്ങനെയാണ് വന്നത്. അപ്പോൾ ഞങ്ങൾ കയറി എയർപോർട്ടിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ചെക്കിങ്ങിന് ഇത് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ കുറേ ചോദിച്ചു, അതും ഇതൊക്കെ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഇവിടെ പോണതാണ്. അപ്പോൾ അവർക്ക് സംശയം. അപ്പോൾ ഇതിൻ്റെ ഇൻവിറ്റേഷൻ ലെറ്ററും അതെല്ലാം ഉണ്ടായിരുന്നു ഇവർ തന്ന ഇതിൻ്റെ അകത്ത്, അതൊക്കെ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരൊരു മെയിൻ സ്ഥലത്തേക്ക് വിട്ടു. എൻ്റെ ആ ചേച്ചിക്ക് എൻ്റെ പുറകെ നിന്നാൽ മതിയായിരുന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നോക്ക്, ഞാനൊരു ബ്രൈഡൽ ആർട്ടിസ്റ്റാണ്. അത് കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി കാര്യങ്ങൾ കിടപ്പുണ്ടായിരുന്നു, അതെല്ലാം കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് വിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ദോഹയിൽ വന്നു. ദോഹയിൽ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് അല്ലേ, അപ്പോൾ അത് കയറി സെർബിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ഇറങ്ങി. സെർബിയയിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ വേറെ 2 പയ്യന്മാർ, അത് ഞങ്ങൾ പോകുന്നതിൻ്റെ പുറകെ തന്നെയായിരുന്നു, അവർ തമിഴരായിരുന്നു, പുറകെ തന്നെയായിരുന്നു. അതുങ്ങളും ഇങ്ങനെ വെച്ചടിച്ച് വന്നു. പക്ഷേ സെർബിയയിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവരെ കണ്ടില്ല, അവരെ തിരിച്ചു വിട്ടു, അവരവിടെ ഇറക്കിയില്ല, ഞങ്ങളുടെ കൂടെ കണ്ടില്ല. ഞങ്ങൾ എന്നിട്ട് ഒന്നും നോക്കിയില്ല, ഇടത്തും വലത്തും നോക്കിയില്ല. അവിടെ വന്ന് അവർ പാസ്പോർട്ടിൽ സീൽ ചെയ്ത് പുറത്ത് വിട്ടു. ഞങ്ങൾ വിട്ടടിച്ച് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫോണിൽ റേഞ്ച് ഇല്ല, ഒന്നുമില്ല, കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് പുറത്ത് വന്ന് ഇങ്ങനെ നിന്ന് കുറേ, അപ്പം ടാക്സിക്കാരും അവരൊക്കെ ഒത്തിരി പേര് ഇങ്ങനെ ടാക്സി എന്ന് പറഞ്ഞ് വരുമല്ലോ, അങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ധൈര്യം സംഭരിച്ച ഒരാൾ വന്നപ്പോൾ പ്ലീസ് വൈഫൈ കണക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം വേഗം ആ പുള്ളിക്കാരൻ ആ
പുള്ളിയുടെ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ട് വലി തന്നു. അതുകൊണ്ട് വേഗം ഞങ്ങൾ അപ്പോഴത്തേക്കും ഇങ്ങനെ മെസ്സേജുകൾ തുറേന്ന് വരണ്ട. അപ്പോൾ ഈ ഏജൻറ്റിനെ വിളിച്ചു. ഏജൻറ്റിനെ വിളിച്ച് കഴിയുമ്പോൾ നീ ചേച്ചി എവിടെയാണ് നിൽക്കണം, ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കും, ഞാൻ ദേ വരണു എന്ന് പറഞ്ഞു ഏജൻറ്റ് ഇവിടെ വരുമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് കുറച്ചു നേരം നിന്ന് കഴിയുമ്പോൾ വേറൊരാൾ വിളിക്കുകയാണ് ഞങ്ങളെ. ആ ആൾ വിളിച്ചിട്ട് എന്തോ ഒരു മരം, ഒരു ചുമന്ന ഇലയുള്ള മരം കണ്ടോ, ആ മരത്തിൻ്റെ അങ്ങോട്ടേക്ക് വാ എന്നൊക്കെ പറയാം. അപ്പം എങ്ങോട്ട് പോകണം, എന്ത് വേണമെന്ന് അറിയില്ല. ഏജൻറ്റ് പറയണം, ഈ ഏജൻറ്റിനെ അല്ലേ ഞങ്ങൾക്ക് അറിയില്ല, ഈ ഫോണിൽ കൂടെയുള്ള ഇത് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അവിടെ തന്നെ നിന്നു രണ്ടുപേരും. അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭയങ്കരമായിട്ടും വിളിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞിട്ട്. അപ്പം ഞങ്ങളുടെ ഒരു 2 ലക്ഷത്തിൻ്റെ യൂറോ കയ്യിലുണ്ടായിരുന്നു, കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഏജൻറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ വേറൊരാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണെന്ന്. അപ്പോൾ അവർ അപ്പോഴും വിളിച്ചു. അയാൾ വന്നപ്പോഴും വിളിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഫോൺ അയാളുടെ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അയാൾ സംസാരിച്ചു. അപ്പോൾ ഇവർ കുറേ ഏജൻസികൾ കുറേ കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ അവരെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ആ മറ്റൊരു തന്നെ വന്ന് ഒരു വണ്ടിയിൽ, അപ്പം ഞങ്ങൾ 3 ആളായിട്ടോ. ഞങ്ങളുടെ കൂടെ ഒരാണും, എൻ്റെ ഏകദേശം പ്രായമുള്ള ഒരാണും ഉണ്ടായിരുന്നു. അവൻ ഗൾഫിൽ നിന്ന് അങ്ങോട്ടാ വന്നത്, ദുബായിൽ നിന്ന് വന്നതാ. അങ്ങനെ ഞങ്ങൾ 3 പേരായി. അപ്പോൾ അവരുടെ വണ്ടിയിൽ കൊണ്ടുപോയി ഏതോ ഒരു ഗുദാമിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ അവൻ ചായയൊക്കെ തന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലിരുന്ന പൈസ ഏജൻറ്റ് വാങ്ങിച്ചിട്ട് ആ പൈസ അവർക്ക് കൊടുത്തിട്ട് പിന്നെ വേറെ വണ്ടിയിൽ കയറി വേറെ സ്ഥലത്തേക്ക് വരാണ്. അവിടെ വന്ന് റൂം എടുത്ത്, അപ്പോൾ ഒരു ചേച്ചിയും കൂടി വരാനുണ്ട്, എന്നിട്ടാ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ആ ചേച്ചി ചെന്നൈയിൽ നിന്നാണ് വരേണ്ടത്. പക്ഷെ ഞങ്ങളുടെ കൂടെ വരേണ്ട ചേച്ചി അന്ന് വന്നില്ല. എന്നിട്ട് അവിടെ താമസിച്ചു. അവിടെ ഞങ്ങളൊരു 4 ദിവസം താമസിച്ചു എന്ന് എനിക്ക് തോന്നണു. 4 ദിവസം അങ്ങോട്ട് താമസിച്ചു. അത് 4 സ്ഥലത്തായിട്ട്. ആദ്യത്തെ സ്ഥലത്ത് ഒരു ദിവസം കഴിയുമ്പോൾ വെക്കേറ്റ് ചെയ്ത് അടുത്ത സ്ഥലത്ത് ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത്, അങ്ങനെ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ച് അങ്ങനെ 4-ാമത്തെ ദിവസം ഈ ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഈ ബാഗൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, എല്ലാം ഇതൊന്നും കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, എൻ്റെ പെട്ടി ഒരുവിധം നല്ല പെട്ടിയായിരുന്നു, വില കൂടി പെട്ടിയായിരുന്നു എൻ്റെ. ആ പെട്ടിയിൽ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഇതാക്കിയിട്ട് നിങ്ങൾ പുറത്തിടുന്ന കുഞ്ഞു ബാഗിൻ്റെ അകത്ത് അത്യാവശ്യ ഡ്രസ്സ് കാര്യങ്ങൾ മാത്രം കൊണ്ടുപോയി, അതും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് ഈ പുള്ളി. എന്നാലും ഞങ്ങൾ മാക്സിമം സാധനങ്ങൾ ഈ ഞങ്ങളുടെ പുറത്തിടുന്ന ബാഗിൽ ഞങ്ങൾ കുത്തിത്തിരികെയൊക്കെ കയറ്റി, ബാക്കി കുറച്ച് സാധനങ്ങൾ എൻ്റെ പെട്ടിയിൽ 3 പേരുടെയും വെച്ചു. ആ പെട്ടി ഏജൻറ്റ് കൊണ്ടുപോയിക്കോളാം. അപ്പം ഞങ്ങളെ വണ്ടി കയറ്റി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു, ഒരു മണിക്കൂറല്ലല്ലോ, 2 മണിക്കൂർ എന്തൊരു സമയം പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ റൂമിലെത്തും, അപ്പം ഞാൻ അവിടെ വരും, നിങ്ങളെ കൂട്ടി ഇറ്റലിയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം, അങ്ങനെയുള്ള ഇതിലാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു 10 പൈസയില്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞപ്പോൾ അപ്പം ഈ ചേച്ചിമാർ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ 50 രൂപ വെച്ച് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളുടെ 3 പേരുടെയും കയ്യിൽ 50 യൂറോ വെച്ച് തന്നു. ഞങ്ങൾ അത് ഈ ജാക്കറ്റിൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളെ കാറിൽ 4 ദിവസം കഴിഞ്ഞപ്പോൾ 4-ാമത്തെ ദിവസം അവിടെ നിന്ന് കാറിൽ ഞങ്ങളെ കയറ്റി. ഞങ്ങൾ 3 ചേച്ചിമാരും ഇവനും ഞങ്ങൾ 4 പേരും കൂടെ കാറിൽ കയറ്റിയിട്ട് പിന്നെ കാർ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവനെല്ലാം ഭാഷ അറിയാം. ഇവന് ഒത്തിരി ലോകമൊക്കെ സഞ്ചരിച്ച് 14 വർഷം ദുബായിൽ മാളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവന് എല്ലാ ലോകം, തായ്ലാൻഡ് മുതൽ എല്ലാ സ്ഥലത്തും അവൻ പോയിട്ടുണ്ട്, എല്ലാ ഭാഷയും അറിയാം അവന്. അപ്പോൾ അവൻ ആ കാറുകാരനോട് ഏതോ ഒരു ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തോ പറഞ്ഞു, എനിക്ക് ഇവിടം വരെ നിങ്ങളെ കൊണ്ടുവരാനുള്ള ഇതേ ഉള്ളൂ, ഇവിടെ നിൽക്ക് നിങ്ങൾ, ഇനി വേറൊരു വണ്ടി വരും, ആ വണ്ടിയിൽ നിങ്ങൾ. അപ്പോൾ ഞങ്ങൾ ആ നിർത്തി കഴിയുമ്പോൾ ഭയങ്കര ഇരുട്ടുവാ. അപ്പോൾ നമുക്ക് ഒരു പ്രേതാലയം പോലത്തെ ഒരു വീട്, ഒരുപാട് ആൾക്കാരും ഉണ്ട് അവിടെ. ആകെ കൂടി അപ്പം തന്നെ പേടിയായിട്ടും പാടില്ല. അതും തണുപ്പ്, പല്ലും എല്ലാം കൂട്ടിയിടിക്കണം തണുപ്പ്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ മോളിൽ പോയി ഇരുന്നോ എന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 4 പേര് മോളിൽ അറച്ചിട്ട് പാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി കക്കൂസിനേക്കാളും കഷ്ടമുള്ള ഒരു വീടാണോ എന്താ സംഭവം എന്നറിയില്ല. അത് ഇന്ന് തണുപ്പ് കാരണം ഞാൻ എന്ത് ചെയ്തു, വേഗം എൻ്റെ ബാഗിൻ്റെ അകത്തുനിന്ന് 2 ജീൻസും കൂടെ എടുത്ത് കുത്തി കയറ്റി അതിൻ്റെ മുകളിലിട്ടു. 3 വീതം ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ 2 കൂടി ഇട്ടു, ബനിയനും ഇട്ടു, അതിൻ്റെ മുകളിൽ ജാക്കറ്റ് ഇട്ടു. തണുപ്പ് എനിക്ക് ഒട്ടും സഹിക്കില്ലായിരുന്നു. ആരോഗ്യം കുറവുള്ള ആളായിരുന്നു.
എന്നിട്ട് പിന്നെ അവിടെ ഇരുന്നു പേടിച്ചിട്ടും അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ എന്താ സംഭവം എന്ന് ഒരു പിടിയില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കി പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ വണ്ടികളും കൂടി തൊരേന്ന് വന്നു, കാറുകൾ. ഞങ്ങൾ 4 പേരെ ഒരു കാറ് കയറ്റി. പിന്നെ അടുത്ത യാത്ര ആ കാറിലായിട്ടോ. അപ്പം രക്ഷപ്പെട്ടുമല്ലോ എന്ന് വിചാരിച്ചു. ആ കാറിങ്ങനെ പോയി 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 നല്ല ഇരുട്ടുമായി. 4 മണിയായപ്പോഴത്തേക്കൊക്കെ നല്ല ഇരുട്ടായി. ഒരു 6:30-7 മണി ആയപ്പോഴത്തേക്കും ഏതോ ഒരു ഭയങ്കര ഒരു വിജനമായ സ്ഥലത്ത് റോഡിൽ നടുക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ ഈ കാറ് ഇങ്ങനെ കൈ ചൂണ്ടിയിട്ട് പറഞ്ഞു, അവിടെ ഞാൻ വെയിറ്റ് ചെയ്യും, നിങ്ങൾ ഇവിടുന്ന് അത്ര ഇടം നടന്ന് ഇങ്ങോട്ട് വരണം, വേറെ ആൾക്കാർ വരും, അവരുടെ കൂടെ നടന്നാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങളെ അവിടെ നിർത്തിയിട്ട് പോയി. അപ്പോൾ ആ കൈ ചൂണ്ടിക്കഴിഞ്ഞപ്പോൾ ഇത്ര ഇതിലേ ഉള്ളൂ എന്ന് വിചാരിച്ചു. എന്താ സംഭവം എന്ന് ഒരു പിടിയും കിട്ടണില്ല. എന്നിട്ട് അവിടെ ഇറങ്ങി നോക്കിയപ്പോൾ പുറകെ കൂടെ ഒത്തിരി ആൾക്കാർ വന്നു. കുറേ അജാനുബാഹുക്കളായി, ഞങ്ങൾ 3 പെണ്ണുങ്ങൾ മാത്രം, അജാനുബാഹുക്കളായ ആൾക്കാർ. പേടിയാവും കണ്ടാലും. പെട്ടൂന്ന് അപ്പം മനസ്സിലിങ്ങനെ ദൈവമേ പെട്ടല്ലോ കർത്താവേ എന്താ സംഭവം എന്നറിയില്ല. അപ്പം കൂട്ടത്തിലുള്ളവൻ പറഞ്ഞു, നീ പേടിക്കണ്ട, എന്തായാലും നമ്മൾ ശരിയായ രീതിയിലല്ല, നമ്മൾ പെട്ടു എന്നാണ് തോന്നുന്നതെന്ന് അവൻ പറഞ്ഞു. അപ്പം തന്നെ ഉള്ളൊക്കെ ഇങ്ങനെ വിറച്ചു തുടങ്ങി. 4 പേരും കൈ ചേർത്ത് ഇങ്ങനെ കോർത്ത് പിടിച്ചു, ഇങ്ങനെ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി. അവിടെ നിന്ന് നടക്കാൻ തുടങ്ങിയിട്ട് നടന്നിട്ട് എത്തുന്നില്ല. നടന്ന് കണ്ട ഫാമുകൾ, ഈ കോളിഫ്ലവർ തോട്ടോ ക്യാബേജ് തോട്ടോ ഏതൊക്കെയോ തോട്ടത്തിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. രാത്രി ഫുള്ള് നടന്ന് ഇടയ്ക്ക് ഇരിക്കും. പിന്നെ കണ്ണൊന്നും കാണാൻ പാടില്ല, കൂരിരുട്ട്. കണ്ട കുഴി ചാടി ഒരു 18 പ്രാവശ്യം, കറക്റ്റ് എണ്ണി 18 പ്രാവശ്യം ഞാൻ കമന്നടിച്ച് വീണു. പുറകിൽ ബാഗ്, ഇരുട്ടായതുകൊണ്ട് നമുക്ക് കുഴി ഇതൊന്നും കാണുന്നില്ലല്ലോ. പിന്നെ കരഞ്ഞു ഒരു പരുവായി. പിന്നെ ഈ നിറച്ച് മുള്ളുള്ള മരങ്ങളാണ്, കാണാൻ പാടില്ലല്ലോ. അപ്പം മുഖവും കണ്ണും മൂക്കും എല്ലായിടത്തും കൂടെ മുള്ള് കയറി ചോര ഒഴുകി. ഇതൊന്നും നമ്മൾ കാണുന്നില്ല, ഇരുട്ടാ. ഇവരുടെ പുറകെ ഇങ്ങ് പോവുക. ഇപ്പോൾ ഞാനും അവനും കൂടി ഇങ്ങനെ കൈ കോർത്ത് പിടിച്ചു. എൻ്റെ പുറകിൽ ആ ചേച്ചിമാർ 2 കൂടി കൈ ചേർത്ത് പിടിച്ചു. അങ്ങനെയാണ് നടക്കണേ. അങ്ങനെ നടന്ന് സമയം അറിയില്ല, ഒന്നും അറിയില്ല. കുറേ കഴിഞ്ഞ് ഒത്തിരി നടന്ന് മടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വേലി, ഒരു 100 അടി പൊക്കമെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഇരുട്ട് കാരണം ഒന്നും കാണില്ല, മുള്ളു വേലിയാ. ആ മുള്ളു വേലി മോളിൽ കയറി അപ്പുറത്ത് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ കയറില്ല കേട്ടോ. ഇവനോട് പറഞ്ഞു. അപ്പം അവൻ എൻ്റെ വായ പൊത്തി, മിണ്ടാതിരിക്കെ, നമ്മളെന്തായാലും രക്ഷപ്പെട്ടേ നമുക്ക് പറ്റുള്ളൂ, നിനക്ക് മക്കളെ കാണണ്ടേ, മക്കൾക്ക് വേണ്ടിയല്ലേ നീ ഇങ്ങോട്ട് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞു. ഞാൻ ഉന്തി. അപ്പോൾ എൻ്റെ ബാഗും കൂടി അവൻ മേടിച്ചു പിടിച്ചു. അവൻ്റെ ബാഗും ഉണ്ട്, എൻ്റെ ബാഗും കൂടി അവൻ മേടിച്ചു പിടിച്ചു. എന്നിട്ട് അവൻ എന്നെ ഉന്തി മുകളിൽ വരെ. ഒരു പ്രകാരത്തിൽ ഇരുട്ടായതുകൊണ്ട് കയറിയതല്ലേ. കണ്ണറിയണ സമയമാണെങ്കിൽ തല കറങ്ങി എപ്പോൾ വീണോന്ന് ചോദിച്ചാൽ മതി. മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പതുക്കെയല്ലേ കയറുള്ളൂ. മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുറത്തുനിന്ന് ഒരാൾ ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നിട്ട് വലിച്ച് അങ്ങോട്ട് എടുത്തിട്ട് പുടിപുടിപുടിപുടിപുടൂന്ന് അവരങ്ങോട്ട് ഇറങ്ങി ആ വേലി. എന്നിട്ട് ആ താഴേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടുല്ലോ എന്ന് ഓർത്തു. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കി, അവൻ പുറകെ ഉണ്ടോന്ന്. അപ്പം അവൻ തൊട്ട് പുറകെ ഉണ്ട്. എന്നിട്ട് പിന്നെ വേഗം പിന്നെയും നടക്കുകയാണ്, രക്ഷപ്പെട്ടുല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ നടന്നു കഴിയുമ്പം വീണ്ടും അതുപോലെ അതിൻ്റെ ഇരട്ടി വലുപ്പമുള്ളൊരു വേലി. പിന്നെ അതിൻ്റെ മുകളിലും പിടച്ച് കയറി, അതിൻ്റെ മുകളിൽ കയറി അപ്പുറത്തേക്കൂടെ ഇറക്കി. അതുപോലെ തന്നെ ഒരാൾ വലിച്ച് അടിച്ച് അപ്പുറത്തിറക്കി. പിന്നെയും അങ്ങനെ നടന്നു നേരം വെളുത്ത് വെട്ടം വെക്കാറെങ്ങാണ്ടായിപ്പം ഒരു സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വെടിവെച്ചു. പോലീസുകാർ വെടിവെച്ച് പോയി. പോലീസ് പട്ടാളം എന്താണ് വെടിവെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ചെതറി ഓടി. ഞാൻ പറഞ്ഞു ഇനി എനിക്ക് ഒരടി നടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അമ്മ നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയിക്കോന്ന് പറഞ്ഞു അവരോട്. നിങ്ങൾ രക്ഷപ്പെട്ടോ. എല്ലാവരും ചെതറി ഓടിക്കഴിഞ്ഞു. വെടി പൊട്ടിച്ചു, ഗോ ബാക്ക് എന്ന് എന്തോ പറഞ്ഞു അവർ. ഒന്നും കേൾക്കുന്നില്ല. എല്ലാവരും 4 പാടും ചെതറി ഓടി. ഞങ്ങൾ 4 പേരും മുറുക്കെ കൈ പിടിച്ചു. പേരണ്ട് വീണ് എണീറ്റ് ചെളിന്ന് പറഞ്ഞ മഴയും ചെളിയും എല്ലാം. എന്നിട്ട് ഞാൻ കുറച്ചിങ്ങനെ നടന്നു കഴിയുമ്പോൾ നമുക്ക് പിടി കൊടുക്കാൻ എനിക്ക് ഒട്ടും വയ്യ. ഞാൻ കരഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് പിടി കൊടുക്കാൻ എനിക്കിനി ഒരടി നടക്കാൻ പറ്റത്തില്ല. കാലും പോയി, എല്ലാം പോയി. ഞാനൊരു മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങോട്ട് ഇരുന്നു. ഒരു മരം, വലിയൊരു വണ്ണമുള്ളൊരു മരം പോലെ തോന്നി. അതിൻ്റെ ചുവട്ടിലിരുന്നു. ഉറച്ച് ചെളിയായിരുന്നു. അതിൻ്റെ അവിടെ ഇങ്ങനെ ഇരുന്നു. ഇനി ഞാൻ വരില്ല, നിങ്ങൾ പോയിക്കോ, നമുക്ക് പിടി കൊടുക്കാം, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വേഗം 3 പേരും എൻ്റെ ചുറ്റും ഇരുന്നു. ആ മരത്തിൻ്റെ ചുറ്റും ഞങ്ങൾ അവിടെ ഇരുന്നു.
ഇരുട്ടല്ലേ. പിന്നെ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പതുക്കെ പരപരാന്ന് വെട്ടം വന്നു കഴിഞ്ഞപ്പോൾ 2 പേര് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അവരുടെ കൂടെ ചെല്ലാൻ എന്തോ പറഞ്ഞു. അവനോടാ പറഞ്ഞേ, അവന് സംസാരിക്കാൻ അറിയാലോ. എന്നിട്ട് അവരുടെ പുറകെ ചെന്നു. അവരുടെ പുറകെ ചെന്ന് ഈ കാടിൻ്റെ ഉൾക്കാട്ടിലേക്ക് വീണ്ടും പോയി. എന്നിട്ട് അവിടെ പോയി ഇരിപ്പായി. 4 ദിവസം രാത്രിയും പകലും അവിടെ തന്നെ ആ കാടിൻ്റെ ഉള്ളിലിരുന്നു. ഭക്ഷണവും ഇല്ല, വെള്ളവും ഇല്ല, ഒരു സാധനവും ഇല്ല. ഇവര് ഈ ട്രാവൽ ബാഗൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ട്രാവൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ സ്ഥിരം ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലമാണെന്ന് നമുക്ക് മനസ്സിലാവും. കാരണം ഗ്ലാസ്സുകൾ, കുപ്പികൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ, ഫോട്ടോയും. അത് അവനെടുത്തതാണ്. അപ്പം അവൻ്റെ ഫോണൊക്കെ ചാടിപ്പോയി എവിടെയോ. അപ്പോൾ ഗൂഗിളിൽ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഗൂഗിളിൽ കയറി ആ ഫോട്ടോ ഇങ്ങനെ വന്നതാ. അങ്ങനെ കിട്ടിയതാ അവനെടുത്ത ഫോട്ടോ. അവരതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് നല്ല കൂർക്കം വലിച്ചുറങ്ങി. ഞങ്ങൾ ആ മഴയും നനഞ്ഞ് മോളിൽ നിന്ന് ചാടുന്ന വെള്ളമെല്ലാം ഐസായിട്ട് പരന്ന് കിടക്കുമായിരുന്നു പറമ്പിക്കൂടെ, കാടിൻ്റെ ഉള്ളിൽ കൂടെ. എന്നിട്ട് ഞങ്ങൾ അവിടെ കൂഞ്ഞി പിടിച്ചിരുന്നു 4 ദിവസം. 4-ാമത്തെ ദിവസം രാത്രി വീണ്ടും ഈ അന്ന് നടന്ന് വന്ന ആൾക്കാർ വീണ്ടും നടന്ന് വന്നേക്കുക. ഈ ചെതറി ഓടിപ്പോയ ആൾക്കാർ അവരെ പിടിച്ച എന്താണെന്ന് ഒരു സംഭവം അറിയില്ല. അപ്പോൾ ഈ വന്നവർ അവനോട് ചോദിച്ചു, എനിക്ക് ഞാൻ ആ ഇരിപ്പിരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാനും, ഇവർ ഇടയ്ക്ക് എഴുന്നേക്കോ നടക്കുകയൊക്കെ ചെയ്തു. എനിക്ക് എഴുന്നേക്കാനും പറ്റില്ല, ഒരടി പിന്നെ നടക്കാനും പറ്റില്ല. അപ്പോൾ അവർ ചോദിച്ചു എനിക്ക് നടക്കാൻ പറ്റുമെന്നെന്തോ. അപ്പോൾ അവൻ പറഞ്ഞു കുഴപ്പമില്ല, നടക്കാൻ പറ്റുമെന്ന്. ഞാൻ നേരം പറഞ്ഞു എനിക്ക് വയ്യ. അപ്പോൾ അവൻ എൻ്റെ വായ പൊത്തി. പക്ഷേ അന്നേരം എനിക്ക് വയ്യെന്ന് ഇപ്പോൾ അവരോട് പറഞ്ഞെങ്കിൽ അവരപ്പ വെടിവെച്ച് അവിടെ കൊന്നിടുമെന്ന്. അത് നമുക്കറിയില്ലല്ലോ, ഇതൊന്നും നമ്മൾ ലോകം കണ്ടിട്ടില്ലല്ലോ. എന്നിട്ട് അന്ന് രാത്രി വീണ്ടും നടക്കാൻ തുടങ്ങി. വീണ്ടും ആ രാത്രി ഫുൾ നടന്ന് വീണ്ടും അതുപോലെ തന്നെ ഇവൻ എന്നെ എടുത്ത് പുറത്ത് കയറ്റി കുറേ നടന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാൻ പറഞ്ഞു ഞാൻ നടക്കാം, പിടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ എൻ്റെ കയ്യെ പിടിച്ച് നടന്നു. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ, പിന്നെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാത്രി ഫുള്ളും 12 മണിക്കൂറോളം വീണ്ടും നടന്ന് ഏതൊക്കെയോ കുന്നും മലയും ഇങ്ങനെ റെയിൽവേ ട്രാക്ക്, ആ റെയിൽവേ ട്രാക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിയിട്ട് അപ്പുറത്ത് കിടക്കണമായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഒരാൾ മുകളിൽ നിന്ന് വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ കയറ്റുന്നേ. ഒരു പ്രകാരത്തിൽ കരഞ്ഞ് മോളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ, താഴെ നിന്ന് ഒരാളെൻ്റെ കാലെ പിടിച്ച് ഒരൊറ്റ വലി താഴേക്ക്. ഞാൻ വിചാരിച്ചു ചത്തെന്ന്. അതുപോലെ ഒരു കാലം മുകളിൽ ഒരു കാലം താഴെ, അതുപോലെ ഇരുന്നു. വീണ്ടും കരഞ്ഞ് നൊലോളിച്ച് ശ്വാസം പോലും ഇല്ലാതെ മാതിരി കരഞ്ഞ് മോളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിൽ നിന്ന് ആൾ വലിച്ചു കൊണ്ടുപോയി അപ്പുറത്തേക്ക് ഒരൊറ്റ ഇടലിട്ടു, താഴെ ഒരു കുഴി പോലെ ഒരു സ്ഥലത്തേക്ക്. പിന്നെ അവിടെ നിന്ന് പിടച്ചെണീറ്റ് പിന്നെ നടപ്പായി. കുറേ നടന്ന് അവസാനം നേരം വെളുക്കാറങ്ങാണ്ടായി. സമയമൊന്നും അറിയില്ല, എവിടെയോ എത്തി. നനഞ്ഞും ചീഞ്ഞും കുളിച്ചും ഒന്നും അറിയുന്നില്ല. ശരീരമൊക്കെ ഇങ്ങനെ നിർജീവമായ ഒരവസ്ഥയായി പോയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും ഞങ്ങളങ്ങ് നടന്ന് ചെന്നപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ 4 പേരും അവരുടെ ലിസ്റ്റിലില്ലെന്ന്. പെട്ടില്ലേ, എന്തു ചെയ്യും? ആരും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. അവസാനം എന്തോ സ്പെയിൻകാരിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു, അജാന ബഹുവൊരു പെണ്ണ്. ആ പെണ്ണിൻ്റെ അടുത്ത് ഇവൻ എന്തൊക്കെയോ പറഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ചു. ഞങ്ങൾ 4 പേരും കൂടെ കാലെ വീണ് കരഞ്ഞ് എന്തൊക്കെയോ ഇവൻ കരഞ്ഞ് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ആ പെണ്ണ് അവരോട് വാദിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. എന്നിട്ട് അവസാനം അവരെന്തോ സെറ്റായി. എന്തോ സംഭവം എന്നറിയില്ല. ഒരു വണ്ടി വന്നു. ആദ്യം ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പം ശരിക്കും എന്താ പറയുക, ഒരു പോത്തും വണ്ടി പോലെയാണ്, അങ്ങനത്തെ ഒരു വണ്ടി. കാറാണെന്ന് വെച്ചാൽ കാറല്ല, എന്നാൽ മറ്റേ വാനാണെന്ന് വെച്ചാൽ വാനല്ല. ഒരു വണ്ടി വന്നു. ആ വണ്ടിയിൽ ഞങ്ങളെ കയറ്റി. ഞങ്ങൾ 4 പേര് ആദ്യം പിടച്ച് കയറി അതിൽ. അത് കഴിഞ്ഞപ്പം വേറെ കുറച്ച് പിള്ളേരും കൂടെ അതിൻ്റെ അകത്തേക്ക് കുത്തി കയറി. എന്തോ ഭാഷയൊക്കെ സംസാരിക്കുന്നത് അതിന്. എന്നിട്ട് ഒരു കരിമ്പടം ഇട്ടങ്ങ് മൂടി അവിടെ ഇരുന്നു. പിന്നെ ഒന്നും അറിഞ്ഞില്ല. ഇത്രയും ദിവസത്തെ ക്ഷീണവും കാര്യങ്ങളും ഉറങ്ങിയും പോയി. കണ്ണ് തുറക്കുമ്പോൾ വലിയൊരു ഒരു എന്താ പറയുക, ഈ ഉഴുതിട്ടേക്കണ പാടമില്ലേ, അതുപോലെ ഏക്കർ കണക്കിന്, ഒന്നും കണ്ണെത്താ ദൂരം ഒരു മരമോ ഇതൊന്നുമില്ല. ആ മാതിരി ഒരു ഇതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോയി.
അവിടെ നടുക്ക് നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല, ദിക്കറിയില്ല, ഒന്നുമില്ല. അപ്പോൾ ആ കൂടെ വന്നൊരു ചേച്ചിയുടെ ഫോൺ ഓണാക്കി കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞി കട്ട കിട്ടി. ആ കട്ടയിൽ ഇവൻ ഏജൻറ്റിനെ വിളിച്ചു. ഏജൻറ്റിനെ വിളിച്ചു കഴിഞ്ഞപ്പം ഏജൻറ്റ് എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ അവനോട് പറഞ്ഞു. ഏതോ പൊട്ടുപോലെ അങ്ങ് ദൂരെ ഇങ്ങനെ കെട്ടിടങ്ങൾ കാണുന്നുണ്ട്. ആ ദിശ വെച്ചങ്ങ് നടന്നു. അങ്ങനെ നടന്ന് വീണ്ടും ആ പാടത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെളി. അന്നേരമാണ് അറിയുന്നത് ഷൂ ഒക്കെ കാലിൽ നിന്ന് പോയത് അറിഞ്ഞു പോലുമില്ല. കാലൊക്കെ ഇങ്ങനെ മരവിച്ച് പോയിട്ട് പഴുത്ത് നഖമെല്ലാം പഴുത്ത് വീർത്തിരിക്കുമായിരുന്നു. എൻ്റെ കാലിലൊരു ഷൂ, അവൻ്റെ കാലിലൊരു ഷൂവും പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റേ ഷൂവും കൂടെ ഊരിക്കളഞ്ഞുകൊണ്ട് നടന്ന് വലിയൊരു തോട്, പുഴയല്ല എന്നാൽ തോടാണെന്ന് വെച്ചാൽ അതുപോലെ ഒരു വലിയ പെരുന്തോട് പോലത്തെ ഒരു തോട്, അടിയിൽ കുറച്ച് വെള്ളം ഒഴുകുന്നുണ്ട്. അങ്ങനെ നടന്ന് ആ തോടിൻ്റെ കരയിൽ കൂടെ നടന്ന് വന്നപ്പോൾ അപ്പുറം പട്ടാളക്കാർ തോക്കും ചൂണ്ടിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഒരു പട്ടാളക്കാരനെ ഇറങ്ങി വന്ന് ഞങ്ങളെ കയ്യെ പിടിച്ച് ആ തോടിൻ്റെ അകത്തോടെ ഇറക്കി അപ്പുറം കിടത്തി. എന്നിട്ട് അവരുടെ കൂട്ടത്തിൽ പോയി പിന്നെ അവരെ കൊണ്ടുപോയി ഞങ്ങളെല്ലാം ചെക്ക് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ആ കാട്ടിൽ വെച്ച് ഞങ്ങളുടെ കയ്യിലിരുന്ന ബാഗും അവർ മേടിച്ച് കളഞ്ഞായിരുന്നു. ഒന്നുമില്ല, ഇട്ട ഡ്രസ്സ് പാടെ മാത്രം. അത്യാവശ്യം എന്താ പറയുക, ഫോണിൻ്റെ ചാർജറും ഇതൊക്കെ ഇതിൻ്റെ പോക്കറ്റിലൊക്കെ എടുത്ത് കുത്തി കയറ്റിയായിരുന്നു ജാക്കറ്റിൻ്റെ. അങ്ങനെ പാസ്പോർട്ടും കാര്യങ്ങളും അവിടെ വെച്ച് തന്നെ അവർ മേടിച്ചായിരുന്നു. ഒരു ഫയലിൽ എല്ലാവരുടെ ആക്കി അവിടെ കൊടുക്കാൻ പറഞ്ഞു. അവിടെ കൊടുത്തായിരുന്നു. അത് അവർ അവിടെ നിന്ന് കൊറിയർ വഴി അയക്കുമെന്നും പറഞ്ഞു. എന്നിട്ട് അതൊന്നും ഇല്ലായിരുന്നു പിന്നെ കയ്യിൽ. എന്നിട്ട് പിന്നെ പട്ടാളക്കാർ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ പോയി കുറേ ചെക്കിങ് ചെയ്ത് ഞങ്ങളുടെ കമ്മൽ, മാല അതെല്ലാം ഊരി മേടിച്ച് എല്ലാം എഴുതിച്ച് പോക്കറ്റിൽ നിന്ന് ഫോണും എല്ലാം മേടിച്ചു. 50 രൂപ ഉണ്ടായിരുന്നു, അതും മേടിച്ചു. എല്ലാം ഒരു കവറിലാക്കി നമ്പർ ഓടിച്ച് അപ്പോഴത്തേക്കും പോലീസ് വണ്ടി വന്നു, വലിയൊരു വാൻ വന്നു, ഞങ്ങളെ അതിൽ കയറ്റി കൊണ്ടുപോയി. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ആക്കി. അവിടെ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പനി തുടങ്ങി, ഛർദി തുടങ്ങി. എല്ലാവരും പേടിച്ചു പോയി. പിന്നെ അവർ ഡോക്ടറെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ തന്ന്. കാരണം അത്രയും ദിവസം ഫുഡ്, വെള്ളം ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അത് കാരണം അവർ ബ്രെഡും കഫേയും തന്നു. പക്ഷേ അത് ഒരു തുള്ളി വെള്ളം അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഛർദി അങ്ങോട്ട് തുടങ്ങി. പിന്നെ എനിക്ക് ബോധം പോയി. പിന്നെ ഡോക്ടർ വന്ന് ട്രിപ്പൊക്കെ ഇട്ട് അവിടെ കിടത്തി. പിന്നെ അവിടെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ഒരു ദിവസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ പോലീസ് സ്റ്റേഷനിൽ. ഓസ്ട്രിയൻ പോലീസായിരുന്നു. വെടിവെച്ചത് ഹംഗ്രി വനത്തിലാണ് ഞങ്ങളിരുന്നത്. ഹംഗ്രി കഴിഞ്ഞിട്ടാണ് ഈ പട്ടാളക്കാർ പിടിച്ച് ഞങ്ങളെ ഓസ്ട്രിയൻ പോലീസിന് കൈമാറി. ഓസ്ട്രിയയിലാണ് വന്ന് അവിടുത്തെ ജയിലിലാണ് ഇട്ടത്. പിന്നെ അവിടെ നിന്ന് എല്ലാ ഫിംഗർ കാര്യങ്ങളും അവിടെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഇതിൽ കയറ്റി. ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ പുഴുത്തിരിക്കുകയല്ലേ, ഒരു വലിയൊരു ടൗണിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് പോയി. 4 പേരും അവിടെ നിൽപ്പായി. എന്നാ ചെയ്യും ഒന്നും അറിയില്ല. എനിക്കാണെങ്കിൽ പനിച്ചിട്ട് കണ്ണുപോലും കാണാൻ പാടില്ല. എന്നെ കൈ വിട്ടാൽ പോകും, അതുപോലത്തെ ഒരവസ്ഥയിൽ എന്നെ കയ്യിൽ അവൻ മുറുക്കെ പിടിച്ചേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എനിക്കൊരു ഇച്ചിരി ചൂട് വെള്ളം കിട്ടിയാൽ കുടിക്കാൻ, ഇങ്ങനെ ഒരു ചൂട് കാപ്പി കിട്ടിയാൽ കുടിക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാ, കടക്കാർ നമ്മളെ കയറ്റില്ല, അതുമാതിരി പുഴുത്ത ഞങ്ങളിരിക്കണേ. അത് കഴിഞ്ഞ് ഈ ആമസോൺ ഡെലിവറിക്കൊക്കെ പോകുന്ന വണ്ടിയിൽ അതുമാതിരത്തെ ഒരാൾ അതിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഇവൻ വേഗം അടുത്തേക്ക് എന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാപ്പി മേടിച്ച് തരാമോ എന്ന് ചോദിച്ചു അയാളോട്. വേഗം ആ പുള്ളിക്കാരൻ, ഒരു പയ്യനായിരുന്നു, അത് വേഗം പോയി കടയിൽ പോയി 4 കഫേ വാങ്ങിച്ചുകൊണ്ട് തന്നു. എന്നിട്ട് അത് കുടിച്ചപ്പോഴത്തേക്കും ഞാൻ പിന്നെയും ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ആ പുള്ളിക്കാരൻ വേഗം ഒരു കവർ കൊണ്ടുത്തന്നു. കവറിൽ ഛർദ്ദിച്ചു. അവിടെ താഴെയൊന്നും ഛർദ്ദിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നിട്ട് അങ്ങനെ ഛർദ്ദിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുക. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയാളുടെ കൂടെ ചെല്ലാണെങ്കിൽ അവർ ഇരിക്കാനുള്ള സൗകര്യം. പക്ഷെ നമുക്ക് എങ്ങനെയുള്ള ആളെ എങ്ങനെയാണെന്നൊന്നും അറിയില്ലാത്ത കാരണം അവനൊരു പേടി. അവൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ 3 പെണ്ണുങ്ങളും എന്താ പറയുക, ചിഹ്നം ഭിന്നമായി പോയേനായിരുന്നു. അവൻ ഒരാൾ കാരണമാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. എന്നിട്ട് അവൻ പേഴ്സണൽ ട്രെയിനറൊക്കെയാണ് കാര്യം. എന്താ ശ്വാസമൊക്കെ മൂക്കിൽ കൂടെ ഊതി എന്തൊക്കെയോ ചെയ്ത് ശ്വാസമൊക്കെ തന്നാണ് ഒരു പ്രകാരത്തിൽ അവിടം വരെ എത്തിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രാത്രി കുറേ സമയം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ ഏജൻറ്റ്
വന്നു. വന്നിട്ട് ഇയാൾ വീണ്ടും അയാൾ ആകെ ഇതായി ഹെലികോപ്റ്ററൊക്കെ ഏർപ്പാടാക്കിയായിരുന്നു ഒന്ന് ഞങ്ങളെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും എത്താത്തത് കൊണ്ട്. എന്നിട്ട് ഇതൊക്കെ അവരുടെ നമ്പറായിരിക്കും. എന്നിട്ട് ഞങ്ങളെ അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക്, എന്നെ എടുത്ത് കൊണ്ടുപോയത് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ കൊണ്ടുപോയി ട്രെയിനിൽ കയറി ഒരു ഇതിൽ കയറ്റിയിട്ട് ഈ ആദ്യത്തെ ഡ്രസ്സെല്ലാം ഊരിക്കളഞ്ഞു. ഫസ്റ്റ് കുറേ ഉണ്ടായിരുന്നല്ലോ, അത് ഊരിക്കളഞ്ഞ് എല്ലാം നീറ്റാക്കിയിട്ട് ഒരു ഹോട്ടലിൽ എന്തോ ഹോട്ടലിൽ റൂം എടുത്തിട്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ 3 പേരെ ഒരു റൂമിലാക്കി. ആദ്യം നിങ്ങൾ ഇതെല്ലാം ഡ്രസ്സെല്ലാം കളഞ്ഞ് ചൂടുവെള്ളത്തിൽ കിടന്ന് കുളിച്ച് നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ഞാൻ എത്തിച്ച് തരാമെന്ന് പറഞ്ഞു ഞങ്ങളോട്. ഞങ്ങളിട്ട ഡ്രസ്സൊന്നും പിന്നെ ഒന്നിനും കൊള്ളില്ലായിരുന്നു. മുഴുവൻ ചെളിയും വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ ചീഞ്ഞ് പുഴുത്ത് ശരീരമൊക്കെ ചീർത്തിരിക്കുമായിരുന്നു. നേരം വെളുപ്പായപ്പം ഞങ്ങളുടെ വാതിലിൽ തുറന്ന് അവിടെ ഒരു കവർ വെച്ചിട്ട് അവൻ പോയായിരുന്നു. ഞങ്ങൾ നല്ല ഉറക്കമായിരുന്നു. എന്നിട്ട് കണ്ണ് തുറന്ന് ആദ്യം ഒരു ചേച്ചി കണ്ണ് തുറന്ന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി പോയി ഡ്രസ്സ് എടുത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന്. ഞങ്ങൾ 3 പെണ്ണുങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും ഡ്രസ്സ് മാറി. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കൊണ്ടുപോയി തന്നവർ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇറ്റലിയിലേക്കുള്ള ട്രെയിൻ കയറാൻ വേണ്ടി. അവിടെ വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്ന് വീണ്ടും പോലീസുകാർ പിടിച്ചു. ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടു, കയറ്റിയില്ല. പിന്നെ 3 ദിവസം ആ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നു ഞങ്ങൾ. ആ റെയിൽവേ സ്റ്റേഷനിലെ ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ അവിടെ ഇരുന്നിട്ട് 4ാമത്തെ ദിവസം വീണ്ടും ഏജൻറ്റ് വീണ്ടും വന്നു. ഏജൻറ്റ് ഞങ്ങളെ അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആക്കിയിട്ട് പോയായിരുന്നു. അയാൾ ഇങ്ങ് പോയി ട്രെയിനിൽ കയറി ഞങ്ങളെ ഇറക്കിയും വിട്ടു. പിന്നെ ഇയാൾ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് 3ാമത്തെ ദിവസം 3 ദിവസം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്നു ഞങ്ങൾ. 3ാമത്തെ ദിവസം വന്ന് കഴിഞ്ഞിട്ട് ഈ പുള്ളി ട്രെയിനിൽ കയറി കഴിഞ്ഞിട്ട് ചെക്കിങ്ങിന് എന്തോ 5 മിനിറ്റ് എത്രയെങ്ങാണ്ട് ഒരു സ്ഥലത്ത് വരുമ്പം ചെക്കിങ് ഉണ്ട്. ആ സമയത്ത് ഞങ്ങളെ ഈ ട്രെയിനിൻ്റെ ഉള്ളിൽ ഇതിലാക്കി ബാത്റൂമിൽ കയറ്റി അടച്ചു. എന്നിട്ട് അങ്ങോട്ടേക്ക് ഇവർ ചെക്കിങ്ങുകാർ വരാതിരിക്കുന്ന രീതിയിൽ അവൻ നിന്നിട്ട് പരതിക്കൊണ്ടിരുന്നു. അവൻ്റെ ബാഗൊക്കെ പരതിക്കൊണ്ടിരുന്നു ഇവർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ. അങ്ങനെ അവിടെ ആ സമയം കറക്റ്റ് തീരാറായപ്പോൾ ഇവൻ്റെ ഡോക്യുമെൻ്റ് എടുത്ത് കാണിച്ചു. അവരങ്ങ് പോയി. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് റോമിലെത്തി. റോമിൽ നിന്ന് ബസ്സിൽ ഇറ്റലിയിലെത്തി. നവംബർ 14-ാം തീയതി അവിടുന്ന് യാത്ര തിരിച്ചിട്ട് നവംബർ 28-ാം തീയതിയാണ് ഇറ്റലിയിലെത്തുന്നത്. ആദ്യം കാവാന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ടാക്കി. പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. 1 മാസത്തോളം റെസ്റ്റും ട്രീറ്റ്മെൻറ്റും വെച്ചാൽ നടക്കാൻ ഞാൻ തീരെ അവശതയായി പോയായിരുന്നു. ശ്വാസം പോലും ഇല്ലാത്ത ഒരവസ്ഥ. What won't you find anywhere else? The Expedia Annual Holiday Event, where members അവിടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസിച്ച് ചേച്ചിമാരൊക്കെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തർക്കും ജോലിയായി അവർ നാപ്പോളിക്ക് തിരിച്ചു പോന്നു. ഞാനവിടെ 1 മാസം നിന്നു. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും നാപ്പോളിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ മാസാന്ന് പറഞ്ഞ സ്ഥലത്ത് എനിക്ക് ജോലി കിട്ടി. അതെന്ത് ജോലി? ഈ അമ്മാമ്മേനെ നോക്കാനായിട്ട്. മറ്റേ ആ പെണ്ണിനെ കണ്ടിട്ട് പോലുമില്ല. ആ പറഞ്ഞ പെണ്ണിനെ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഇവരെന്തൊക്കെയോ തിരിമറിക്കളികളാണ് ഇവരുടെ ഏജൻസിക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ. ഇത് ഇപ്പം നിലവിൽ ഞങ്ങൾക്ക് പാസ്പോർട്ട് പോലും ഇല്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് 8.5 ലക്ഷം രൂപ അവൻ മേടിച്ചു എന്ന് വിചാരിക്കണം. എന്നിട്ടാണ് ഈ അക്രമം മുഴുവൻ ഉണ്ടായത്. പാസ്പോർട്ട് പോലും ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മാനയാണ് ചേനയാണ്, നിങ്ങൾക്ക് ഞാൻ പേപ്പർ വേഗം ആക്കിത്തരും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പാസ്പോർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ ശരിയാക്കി തരും എന്നൊക്കെ വലിയ വർത്താനമൊക്കെ പറഞ്ഞു. എവിടെ ഒന്നും ഉണ്ടായില്ല.